വടക്കൻ കേരളത്തിൽ ഓണക്കോടി എന്നാൽ ഒരു കാലത്ത് മഞ്ഞ ചിറ്റാടയായിരുന്നു. പഴമക്കാർ പ്രൗഢി വിളിച്ചോതിയിരുന്ന ചടങ്ങ് ഇന്നും പലയിടങ്ങളിലും ആചാരം പോലെ തുടരുന്നുണ്ട്. കാസർഗോഡ് എത്തിയാൽ തിരുവോണ നാളിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. പൂവിരുത്തെത്തുന്ന കൊച്ചുമിടുക്കുകൾ പൂക്കളം ഒരുക്കുമ്പോഴേക്കും ആൺകുട്ടിക്ക് ചിറ്റാട നൽകുന്നതിനുള്ള ചടങ്ങ് തുടങ്ങും. മയിൽപീലി ചൂടിയ മണിവർണ്ണന് നന്ദഗോപർ ആദ്യമായി അണിയിച്ച പീതാംബരമാണ് മഞ്ഞ ചിറ്റാടയെന്ന് ഐതിഹ്യം. മഞ്ഞൾ നിറം ചേർത്ത നൂലുകൾ ഒരുക്കി പ്രത്യേക പാവുണ്ടാക്കിയാണ് മഞ്ഞ ചിറ്റാട നെയ്തെടുക്കുന്നത്. 1 മുഴം മുതൽ 5 മുഴം വരെയാണ് ഇതിൻ്റെ നീളം. തിരുവോണ നാളിൽ 5 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കാണ് ചിറ്റാട നൽകുക. കുളി കഴിഞ്ഞെത്തുന്ന കുട്ടി പൂജാമുറിയിലെത്തി പ്രാർത്ഥിക്കുന്നതോടെ വീട്ടിലെ മുതിർന്ന അംഗം ചിറ്റാട നൽകും. പണ്ട് കാലങ്ങളിൽ വടക്കേ മലബാറിൽ കൊച്ചുകുട്ടികൾക്ക്, അതായത് 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കൊച്ചുകുട്ടികൾ മഞ്ഞ ചിറ്റാട് ഉടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് കാരണവന്മാർ കുട്ടിക്ക് ആ ചിറ്റാട കൊടുക്കുകയും കുട്ടിയുടെ അമ്മ ഉടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു മഞ്ഞ ചിറ്റാട് ഉടുക്കൽ. തുടർന്ന് തിരുവാതിരയും ഓണക്കളികളുമായി ആഘോഷമാണ്. ഓണനാളിൽ ചിറ്റാട അണിഞ്ഞ കുഞ്ഞിനെ കാണുന്നത് ഭഗവാൻ കൃഷ്ണനെ കാണുന്നതിന് തുല്യമായിരുന്നു പഴമക്കാർക്ക്. വടക്കൻ മലബാറിലെ പല ഭാഗങ്ങളിലും ഇന്നും ആ ചടങ്ങ് തുടർന്നു പോരുന്നുണ്ട്. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.